ഏത് രാജ്യത്തെ വേണമെങ്കിലും ആക്രമിക്കാം, മനുഷ്യത്വത്തിനെതിരെ എന്ത് നിലപാടും എടുക്കാം, എനിക്ക് അഴിമതി കേസിൽ നിന്ന് രക്ഷപ്പെടണം. ഇതാണ് ബെഞ്ചമിൻ നെതന്യാഹു. ഇപ്പൊ പുതുതായിട്ട് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അഴിമതി കേസ് വിചാരണ വീണ്ടും മാറ്റിവെക്കണം അപേക്ഷ നൽകി നെതന്യാഹു. 2019 ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അഴിമതി കേസ് വരുന്നത്. ഒരു അഴിമതി കേസല്ല, 3 അഴിമതി കേസുകളാണ് വരുന്നത്. ആ അഴിമതി കേസുകളിൽ വിചാരണ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നെതന്യാഹു ഉറപ്പായും ജയിലിൽ പോവേണ്ട സിറ്റുവേഷൻ ഉണ്ട്. കാരണം സകല തെളിവുകളും ബെഞ്ചമിൻ നെതന്യാഹുവിന് എതിരാണെന്നുള്ളതാണ് കാര്യം. അപ്പോൾ ലോകത്തുള്ള വിദഗ്ധർ പറയുന്നത് പോലെ തന്നെ ഈ പറയുന്ന കേസുകളിൽ നിന്നും രക്ഷപ്പെടാനും തനിക്കെതിരെയുള്ള വിചാരണ മാറ്റിവെക്കാനും വേണ്ടിയിട്ടാണ് നെതന്യാഹു ഗസയിലും ലെബനോനിലും ഇറാനിലും അടക്കം പല തരത്തിലുള്ള പല ഫ്രണ്ടുകളിലായിട്ട് വാർ തുടങ്ങി വെച്ചേക്കുന്നതെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് അഴിമതി കേസുകളിൽ വിചാരണ നേരിടുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിചാരണ വീണ്ടും മാറ്റിവെക്കണമെന്ന് അപേക്ഷ നൽകി. ജെറുസലേം ജില്ലാ കോടതിയിലാണ് അപേക്ഷ നൽകിയത്. ഗസ, ലബനാൻ, ഇറാൻ എന്നിവിടങ്ങളിൽ തുടരുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉത്തരവാദിത്തങ്ങളും നയതന്ത്രപരമായ തിരക്കുകളും കാരണമാണ് വിചാരണ നടപടികളിൽ ഇളവ് തേടിയതെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകർ വ്യക്തമാക്കി. ഇതെന്ന് തന്നെ കാര്യങ്ങൾ വളരെ കൃത്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഗസയെ ആക്രമിച്ചത്? അതായത് ഒരു തുടക്കം കാത്തു നിന്ന നെതന്യാഹുവിനാണ് ഒക്ടോബർ 7 ഒരു അറ്റാക്ക് കിട്ടുന്നത്. ആ കിട്ടിയ അറ്റാക്കിനെ, കിട്ടിയ അവസരത്തിനെ മുതലാക്കിക്കൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു എന്ത് ചെയ്യുന്നത്? ഗസയിലോട്ടുള്ള വാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. വാർ എന്നൊന്നും പറയാൻ പറ്റത്തില്ല അതിനെ. അതിനുശേഷം അവിടെ അതൊരു 1.5 വർഷത്തോളം അത് നീണ്ടു നിന്നതിന് ശേഷം അവിടെ വെടിനിർത്തൽ വന്നു. അവിടെ വെടിനിർത്തൽ വന്ന് തുടങ്ങിയ ഉടനെ തന്നെ അടുത്തത് എവിടെ തുടങ്ങി? ഇറാനിൽ സ്റ്റാർട്ട് ചെയ്തു. ഇറാനിൽ വെടിനിർത്തൽ വന്നു. അതിനുശേഷം വീണ്ടും ട്രംപിനെ സോപ്പിട്ടതിന് ശേഷം വീണ്ടും ഇറാനിൽ ആക്രമണം നടത്തി. അതിനുശേഷം വീണ്ടും ലെബനോനിൽ ആക്രമണം നടത്തി. എന്തിനു വേണ്ടിയിട്ടാണ്? എന്താണ് ഇവിടെ പറയുന്ന കാര്യം? അതായത് ഗസ, ലബനാൻ, ഇറാൻ എന്നിവിടങ്ങളിൽ തുടരുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉത്തരവാദിത്തങ്ങളും നയതന്ത്രപരമായ തിരക്കുകളും കാരണം എന്നാ പറയുന്നത്. തിരക്കുകൾ സാധാരണയായിട്ട് ഉണ്ടായ തിരക്കല്ല, തിരക്കുകൾ ഉണ്ടാക്കുകയാണ് ചെയ്തത്. എന്തിനു വേണ്ടിയിട്ട്? ഈ വിചാരണയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത നമുക്ക് കുറച്ചും കൂടെ വിശദമായിട്ട് വായിക്കാം. 2019 ഫയൽ ചെയ്ത കൈക്കൂലി, വഞ്ചന, വിശ്വാസവഞ്ചന തുടങ്ങിയ കുറ്റങ്ങൾ ആരോപിക്കപ്പെടുന്ന 3 വ്യത്യസ്ത കേസുകളിലാണ് നെതന്യാഹു നിലവിൽ വിചാരണ നേരിടുന്നത്. 2020 വിചാരണ ആരംഭിച്ചത് മുതൽ കോവിഡ്, ലോക്ക്ഡൗൺ, ആരോഗ്യ പ്രശ്നങ്ങൾ, യുദ്ധ സാഹചര്യങ്ങൾ എന്നിവ ചൂണ്ടിക്കാട്ടി നിരവധി തവണ നെതന്യാഹു നടപടികൾ നീട്ടിവെക്കാൻ അപേക്ഷ നൽകിയിട്ടുണ്ട്. 2023 ഒക്ടോബറിലെ ഹമാസ് ആക്രമണത്തിന് പിന്നാലെ നിർത്തിവെച്ച വിചാരണ 2024 ഡിസംബറിൽ പുനരാരംഭിച്ചുവെങ്കിലും സുരക്ഷാ കാരണങ്ങളാൽ പലപ്പോഴും തടസ്സപ്പെട്ടു. ഏറ്റവും ഒടുവിലായി 2026 ഏപ്രിൽ 10-നും 19-നും ഇറാൻ സംഘർഷം മുൻനിർത്തി 2 ആഴ്ചത്തെ സമയം കൂടി അദ്ദേഹം ആവശ്യപ്പെട്ടു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം പരിഗണിച്ച് ഈ ആഴ്ചയിലെ നടപടികൾ ഒഴിവാക്കാൻ പ്രോസിക്യൂഷൻ സമ്മതിച്ചിട്ടുണ്ടെങ്കിലും വരും ആഴ്ചകളിൽ മൊഴി നൽകുന്ന കാര്യത്തിൽ കോടതി ഉടൻ തീരുമാനമെടുക്കും. തനിക്കെതിരെയുള്ള എല്ലാ ആരോപണങ്ങളും രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് നെതന്യാഹുവിൻ്റെ നിലപാട്. ഈ ഒറ്റ മനുഷ്യൻ ഏതെങ്കിലും തരത്തിൽ ജയിലറകളിലാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗസയിലുള്ള കുട്ടികളെയും സ്ത്രീകളെയും അടക്കം നശിപ്പിച്ച് കളഞ്ഞത് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. എത്ര കുട്ടികളെയാണ് അവിടെ കൊന്നു കളഞ്ഞത്? മുട്ടായി പൊതികൾ ഇങ്ങനെ ചുരുട്ടി വെച്ച പോലെ എത്ര കുട്ടികളുടെ അബദ്ധങ്ങളാണ് നമ്മൾ കണ്ടേ, അല്ലേ? സ്കൂളിൽ ബോംബിട്ടു, അതേപോലെ തന്നെ ഹോസ്പിറ്റലുകളിൽ പോയിട്ട് ബോംബിട്ടു, ഇല്ല? ജനീവ കൺവെൻഷൻ പ്രകാരം ഒരു രാജ്യം യുദ്ധക്കുറ്റം നടത്തി എന്ന് കാണുന്ന പ്രത്യക്ഷമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇസ്രായേലിൻ്റെ IDF-ഉം ഗസയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് കാണാം. അത് തന്നെ അതിൻ്റെ വേറൊരു ആവർത്തനമാണ് ലെബനാനിലും ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവർക്ക് ഹിസ്ബുള്ള എന്നുള്ള ത്രെട്ട് ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇവർക്ക് ഹിസ്ബുള്ള എന്നുള്ള ത്രെട്ട് ഉണ്ട്, അത് സത്യമാണ്.
പക്ഷെ ആ ത്രെട്ട് ഇവർക്ക് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാ? അത് ഇവര് തന്നെ ചെയ്തു വെക്കുന്ന ചില ചെയ്ത്തുകൾ കൊണ്ടുണ്ടാവുന്ന ത്രെട്ടാണ്. ഇപ്പൊ എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ പറയുന്ന സിറിയ എന്ന് ത്രെട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറവാ. അതേപോലെ തന്നെ ജോർഡാനുമായിട്ട് ഇവർ നല്ല അലയിൽ പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഈജിപ്തും ഇവരായിട്ട് നല്ല അലയിൽ പോകുന്നുണ്ട്. പക്ഷേ ഇവരൊക്കെ അലയാണെന്നുണ്ടെങ്കിൽ കൂടെ ഈ ഫലസ്തീനുള്ള ആളുകളോട് ഇസ്രായേൽ പ്രവർത്തിക്കുന്ന ക്രൂരതയെക്കുറിച്ച് ഈ അലൈസ് ഒന്നും മിണ്ടില്ല. ഇവരൊന്നും വാ തുറക്കില്ല. അവിടെ ഇതിനെതിരെ വാ തുറക്കുന്നതും ഇതിനെതിരെ ശബ്ദം ഉയർത്തുന്നതും ഈ പറയുന്ന ഇറാനും അതേപോലെ തന്നെ ഗസയിലുള്ള ആൾക്കാരും അതേപോലെ തന്നെ വെസ്റ്റ് ബാങ്കിലുള്ള ആൾക്കാരാണ്. നിരന്തരം ഇവരുമായിട്ട് കലഹിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ കലഹത്തിനെയാണ് യഥാർത്ഥത്തിൽ നെതന്യാഹു സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. എത്രത്തോളം നീചമാണ് കാര്യങ്ങളെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. അയാള് ജയിലിൽ പോകുന്നത് മാറ്റിവെക്കാൻ, അയാൾ ജയിലിൽ പോകുന്നത് എങ്ങനെങ്കിലും ഒന്ന് തടയാൻ വേണ്ടിയിട്ട് അങ്ങേര് ചെയ്യുന്നത് യുദ്ധമാണെന്നുള്ളതാണ്. ഇന്നസെന്റ് ആയിട്ടുള്ള ആളുകൾക്കെതിരെയുള്ള ആക്രമണങ്ങളാണ് നടത്തുന്നത് എന്നുള്ളതാണ്. ഒരു രാജ്യം യുദ്ധസമാനമായ സാഹചര്യത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരു രാജ്യം മറ്റൊരു രാജ്യവുമായിട്ട് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രാജ്യത്ത് നടക്കുന്ന ഇത്തരം വിചാരണകൾ അടക്കമുള്ള കാര്യങ്ങളെ സ്വാഭാവികമായിട്ടും മാറ്റിവെക്കപ്പെടും. അവിടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കായിരിക്കും മുൻഗണന. അവിടെ രാജ്യം ഏർപ്പെട്ടിരിക്കുന്ന ആ ഒരു പ്രതിസന്ധിയിൽ ആ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലീഡറിനായിരിക്കും കംപ്ലീറ്റ് സപ്പോർട്ടും പോവുക. അവിടെ അയാൾക്കെതിരെ എന്തെങ്കിലും അഴിമതി കേസോ എന്തെങ്കിലും തരത്തിലുള്ള കുറ്റവിചാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് മാറ്റിവെക്കപ്പെടുക തന്നെ ചെയ്യും. ഈ ലൂഫോൾസിനെയാണ് യഥാർത്ഥത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടുകൾ പ്രകാരം നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത്. ഈ റിപ്പോർട്ട് വരുന്നതിന് മുന്നേ തന്നെ, ഇത്തരം വാർത്തകൾ വരുന്നതിന് മുന്നേ തന്നെ അന്തരീക്ഷത്തിലുള്ളതും ഇന്റർനാഷണൽ മാധ്യമങ്ങൾ പങ്കുവെച്ചിട്ടുള്ളതുമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മനുഷ്യത്വത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെയാണ് സ്പെയിനും ഇറ്റലിയും അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കുന്ന രീതിയിലോട്ടും കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ സ്പെയിന് പുതുതായിട്ട് യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം, മനുഷ്യത്വരഹിതമായി പെരുമാറുന്ന ഇസ്രായേലുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും യൂറോപ്യൻ യൂണിയൻ അവസാനിപ്പിക്കണം എന്നുള്ളതാണ് സ്പെയിൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയനിലെ നിർണായകമായിട്ടുള്ള ശക്തികളിൽ ഒന്ന് തന്നെയാണ് സ്പെയിനും ഇറ്റലി അടക്കമുള്ള രാജ്യങ്ങൾ. ഇറ്റലി അടക്കമുള്ള രാജ്യങ്ങൾ ഇവരുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ആയുധ ഇടപാടുകളും അതേപോലെ തന്നെ മിലിറ്ററി എക്സ്ചേഞ്ചുകൾ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നിർത്തിവെക്കുന്ന രീതിയിലോട്ട് മാറി. ഈവൻ തോ ഇറ്റലിയിലുള്ളത് ഒരു വലതുപക്ഷ സർക്കാർ ആണെങ്കിൽ കൂടെ, സ്പെയിനിലുള്ളത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ലെഫ്റ്റ് ലിബറൽ സർക്കാർ ആണെന്ന് വേണമെങ്കിൽ പറയാം. സ്വാഭാവികമായിട്ടും ലെഫ്റ്റുകൾ എടുക്കുന്ന നിലപാട് തന്നെയാണ് അവരെടുത്തത് എന്ന് പറയുമെങ്കിലും ഇറ്റലിയുടെ കേസിലേക്ക് വരുന്ന സമയത്ത് അങ്ങനെയല്ല കാര്യങ്ങൾ. അതേപോലെ തന്നെ ഇതിന്റെ മുന്നേ ന്യൂസിലാൻഡ് ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ഈ പറയുന്ന രീതിയിൽ ഈ ഇസ്രായേൽ ചെയ്യുന്നത് മനുഷ്യത്വത്തിനെതിരായിട്ടുള്ള കാര്യമാണെന്ന് അവരും മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഗസ ഇസ്രായേൽ വാർ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ. അപ്പൊ ഇത്ര അധികം ആൾക്കാർ കൊല്ലപ്പെടുകയും ഇപ്പൊ ലെബനോണിൽ ഈ 2000-ൽ ആൾക്കാർ കൊല്ലപ്പെടുന്നതിൻ്റെയും റീസൺ എന്ന് പറയുന്നത് ബെഞ്ചമിൻ നെതന്യാഹു ജയിലിൽ പോവാണ്ടിരിക്കാനാണെന്ന് പറയുമ്പോൾ എത്രത്തോളം ഉണ്ട് കാര്യങ്ങൾ. നമ്മുടെ മനുഷ്യന്റെ മനസാക്ഷിക്കും ചിന്തകൾക്കും അപ്പുറത്തേക്കാണ് ഇവരുടെ ഇൻഡിവിജ്വൽ താല്പര്യങ്ങൾ എന്നുള്ളതാണ്.